പ്രവാസി വകുപ്പ് പ്രത്യേക വകുപ്പാക്കുകയും വകുപ്പ് കൈകാര്യം ചെയ്യാൻ മാത്രമായി മന്ത്രിയെ നിയമിക്കുകയും ചെയ്യണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ. പേരിനു മാത്രമായി പ്രവാസി വകുപ്പ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്നും ഗ്ലോബൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ താമസം അവസാനിപ്പിച്ച് മടങ്ങിയെത്തുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും ആവിഷ്കരിക്കുന്നതിനും തിരിച്ചുവന്നവരുടെ കഴിവും പരിചയവും പ്രാപ്തിയും മനസ്സിലാക്കി അവരെ അനുയോജ്യമായ സംരംഭങ്ങളിൽ ഭാഗഭാക്കാക്കുന്നതിനും പ്രവാസി കോർപ്പറേഷൻ രൂപീകരിക്കുക. ഇതിന്റെ കീഴിൽ ജില്ലകൾ തോറും പ്രവാസി ഗൈഡൻസ് സെന്ററുകൾ സ്ഥാപിക്കുകയും അവരുടെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും മനസ്സിലാക്കാൻ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുകയും ചെയ്യുക. വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി സംസ്ഥാനത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ വ്യവസായശാലകൾ മാറ്റിവെക്കുക. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. വിദേശത്ത് മരണപ്പെടുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നോർക്ക സജീവ ഇടപെടൽ നടത്തുക. പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമവുമാക്കുക. പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റുകളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തുക. സ്വദേശത്തെത്താതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനമുണ്ടാക്കാൻ ഇലക്ഷൻ കമ്മീഷനിൽ സ്വാധീനം ചെലുത്തുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ഗ്ലോബൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി പുതിയ സർക്കാരിനോട് അഭ്യർത്ഥിച്ചത്. പ്രവാസികളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രവാസികളുടെയും സംഘടനയുടെയും പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.